Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ ഓഡിറ്റിംഗ് CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 3 ആണ് ഓഡിറ്റ് പ്ലാനിങ്, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ കമൻസിങ് ആൻഡ് ഓഡിറ്റ് ആണ്. അപ്പോൾ കമൻസിങ് ആൻഡ് ഓഡിറ്റ്, ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, ഒരു ഓഡിറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ട് നോക്കിയത്. ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. എന്താണ് നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് നോക്കേണ്ടത് ഈ ഒരു പാർട്ടിൽ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. സോ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിൽ നോക്കാനുള്ള വെച്ചാൽ എസ്റ്റാബ്ലിഷിങ്, ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്, പിന്നെ നമ്മൾ സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അതേമാതിരി തന്നെ ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെയും പ്ലാനിൻ്റെയും റിലേഷൻഷിപ്പ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. The auditor must create an overall audit strategy that outlines the scope, timing and direction of the audit. അപ്പോൾ ഒരു ഓഡിറ്റിൻ്റെ സ്കോപ്പ്, ടൈമിങ്ങും ഡയറക്ഷനും എന്താണ് ഔട്ട്ലൈൻ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ഓഡിറ്റ് സ്ട്രാറ്റജി, ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി എന്താണ് ഒരു ഓഡിറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെ, ഒരു ഓഡിറ്റിൻ്റെ സ്കോപ്പ്, ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി എന്താണ് ഓഡിറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദിസ് സ്ട്രാറ്റജി സെർവ് ആസ് എ ഗൈഡ് ഫോർ ഡെവലപ്പിംഗ് ദ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ സെർവ് ചെയ്യും. നമ്മൾ പ്രീവിയസ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിച്ചു, നമ്മൾ മോർണിംഗ് ടൈമിൽ പോയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത് തീരുമാനിച്ചു. അതാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് അനുബന്ധമായിട്ടുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ആ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് എടുക്കേണ്ടത്, എക്സ്പേർട്സിനെ കൂട്ടണോ, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്ലാനിങ് നമുക്ക് എന്താണ് ഫസ്റ്റ് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്ട്രാറ്റജി സെർവ്സ് ഗൈഡ് ഫോർ ഡെവലപ്പിംഗ് ദ ഓഡിറ്റ് പ്ലാൻ, ensuring that all significant aspects of the audit are considered and addressed. അപ്പോൾ ഒരു ഓവറോൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ചിലപ്പോൾ ചില യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ടാവും ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിന് ചില യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ടാവും, സച്ച് ആസ് സ്കോപ്പ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ഈ കാര്യങ്ങൾ, അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഓഡിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, എഫക്റ്റ് ചെയ്യുക ഒരു ഓഡിറ്റ് സ്ട്രാറ്റജീനെ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിറ്റ് സ്ട്രാറ്റജി. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മളുടെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്. സോ ക്ലാരിഫൈ ദ സ്പെസിഫിക് റിപ്പോർട്ടിംഗ് ഗോൾ ഓഫ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഇൻക്ലൂഡിംഗ് വാട്ട് ഇൻഫോർമേഷൻ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് വെൻ ഇറ്റ് വിൽ ബി ഡെലിവേർഡ്. അപ്പോൾ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അതേമാതിരി തന്നെ എപ്പോഴാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും, ഈ രണ്ട് കാര്യങ്ങളും എന്താണ് അതിൻ്റെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും റിപ്പോർട്ടാണ് കൊടുക്കുന്നത് വെക്കുക, ആ റിപ്പോർട്ട് നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ഫാക്ടർ എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവാണ്. ടീംസ് എഫേർട്ട്. Assess factors that may influence the direction and focus of the engagement team's work based on പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ
നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ വർക്കിൻ്റെ അവർ ചെയ്യുന്ന വർക്ക് എന്താണ് പ്രോപ്പറായ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മളൊരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ഒന്നുകിൽ നമ്മൾ ആ ഓഡിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇൻഫർമേഷൻസ് ആണോ നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടത് അതിൻ്റെ ബേസിലാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയിലാണോ നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ വർക്ക് പോകുന്നത്, അവരുടെ ഫോക്കസും ഡയറക്ഷനും ഈ രണ്ട് കാര്യങ്ങളും ആ രീതിയിലാണോ പോകുന്നത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഡയറക്ഷനെയും ഫോക്കസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യണം. എന്തിൻ്റെ ബേസിൽ? പ്രൊഫഷണൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ വേണം നമ്മൾ അസസ് ചെയ്യാൻ. സോ നമ്മൾ എന്ത് നോക്കണം? നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണ്, നമ്മളെന്ത് തീരുമാനിച്ചു? നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ തന്നെ രാവിലെയാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നത് തീരുമാനിച്ചു. ആ ഒരു നമ്മളുടെ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജീനെ അത് നമ്മുടെ ടീമിന് നമ്മൾ അലോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇന്ന ആൾക്കാർ പോയിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ, വേണമെങ്കിൽ എക്സ്പേർട്ടിനെയും കൂട്ടുക, ഇന്ന മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി നമ്മൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടീമിൻ്റെ എഫേർട്ട്, നമ്മുടെ ടീമിൻ്റെ വർക്കിനെ അവരുടെ ഡയറക്ഷനെയും ഫോക്കസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് വരുമോ എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് അസസ് ചെയ്യണം. സോ അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ടീമിൻ്റെ എഫേർട്ട്, ടീമിൻ്റെ വർക്കിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി. നമ്മൾ പ്രീവിയസ് ഓഡിറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നോളേജ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറൻറ്റ് എൻഗേജ്മെൻറ്റിൽ നമ്മൾ ആ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്തിരിക്കണം. ഈ ഒരു ഫാക്ടറും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ റിസോഴ്സസ്. ഡിറ്റർമൈൻ ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിസോഴ്സസ് നീഡഡ് ഫോർ ദ ഓഡിറ്റ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോവുകയാണ്, ആ സ്റ്റോക്ക് എടുക്കാൻ രാവിലെ നീറ്റ് പോകാൻ എന്ന് വെച്ചാൽ ആ സ്റ്റോക്കിൻ്റെ ഏരിയയിലെ അടുത്തുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ അവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്നുള്ള കാര്യം, എന്ന് വെച്ചാൽ റിസോഴ്സസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതേമാതിരി തന്നെ ഹ്യൂമൻ ആയ രീതിയിലും ടെക്നിക്കൽ റിസോഴ്സ് രീതിയിലും നമ്മൾ ഈ ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള, അതേമാതിരി തന്നെ നമ്മുടെ ഈ സ്ട്രാറ്റജി നമുക്ക് ഫുൾഫിൽ ചെയ്യാനുള്ള റിസോഴ്സ് നമുക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിരിക്കണം. സോ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ഒന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഓഡിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്, ടീംസ് എഫേർട്ട്, പിന്നെ പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി, ദെൻ റിസോഴ്സസ്. ബെനിഫിറ്റ്സ് ഓഫ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളൊരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അതിന് ലാഭം കിട്ടാറുള്ളത്? ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് റിസോഴ്സസ്. ക്വാളിറ്റേറ്റീവ് റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു വ്യക്തി, നമ്മളുടെ ഓഡിറ്റ് ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അയാളുടെ നോളേജ്, അയാളുടെ സ്കില്ല്, ആ നോളേജിനെയും സ്കില്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. 10 പേരാണ് നമ്മളുടെ ഓഡിറ്റ് ടീമിലുള്ളതെങ്കിൽ അതിൽ ഒരാളാണ് ഏറ്റവും ആ ഒരു ഇൻഡസ്ട്രിയിൽ നോളേജബിൾ ആയിട്ടുള്ള പേഴ്സൺ. സോ അയാളാണ് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് നമുക്കുള്ളത്. ബാക്കി എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ 2-3 വ്യക്തികളാണ് അതിൽ ഏറ്റവും സീനിയറായിട്ടും നോളേജബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ളത്. അപ്പോൾ അവരെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അവർ വേണം താഴെയുള്ള ജൂനിയേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഏറ്റവും എക്സ്പീരിയൻസും നോളജുള്ള വ്യക്തികളെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഫസ്റ്റ് നമ്മൾ ബെനിഫിറ്റ് ഉള്ളത് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെ. കാരണം ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസോഴ്സിനെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ. സോ എൻഷുർ ദാറ്റ് ദ ഓഡിറ്റ് എംപ്ലോയീസ് റിസോഴ്സ് വിത്ത് ദ റൈറ്റ് എക്സ്പെർട്ടൈസ് സച്ച് ആസ് എക്സ്പീരിയൻസ് ആൻഡ് ടീം മെമ്പേഴ്സ് ഫോർ ഹൈ റിസ്ക് ഏരിയാസ്, specialist professionals for complex issues like valuation and hedging transaction. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അതേമാതിരി തന്നെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ കോംപ്ലക്സും അതേമാതിരി തന്നെ ഹൈ റിസ്ക് ഏരിയാസിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് പറ്റും? ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പോസിബിൾ ആവുള്ളൂ. സോ ഫസ്റ്റ് ഓഡിറ്റ് സ്ട്രാറ്റജിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് റിസോഴ്സിനെ പ്രോപ്പർ രീതിയിൽ യൂസ് ചെയ്യലാണ്. സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് റിസോഴ്സ്. നമ്മൾ
സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓരോ വർക്കിനും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ആ വർക്കിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റിയും അതേമാതിരി തന്നെ സൈസിൻ്റെയും ബേസിൽ നമ്മൾ എന്താണ് നമ്പർ ഓഫ് ജൂനിയേഴ്സിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ സീനിയേഴ്സിനെ അലോക്കേറ്റ് ചെയ്തു, ആ സീനിയേഴ്സിന് വേണ്ടി ഇനി ജൂനിയേഴ്സിനെ അലോക്കേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് സ്റ്റാഫിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഡിസൈഡ് ഹൗ മെനി റിസോഴ്സസ് to allocate, such as the number of auditors assigned to observe inventory count at various key location or extent of review of work performed by other auditors in a group audit. ഓക്കെ, ഇപ്പോൾ ഞാൻ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞത് അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഓഡിറ്ററോ എത്ര വ്യക്തികളാണ് നമ്മൾ ഒരു അലോക്കേറ്റ് ചെയ്യുന്ന ഒരു വർക്കിന് വേണ്ടിയിട്ട്, ആ ഒരു വർക്കിൻ്റെ കോംപ്ലക്സിറ്റീൻ്റെ ബേസിലായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ ആ വർക്കിൻ്റെ കോംപ്ലക്സിറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ നോളേജബിൾ ആൾക്കാരെയും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ നോളേജബിൾ ആയിട്ടുള്ള ആൾക്കാരെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു. സെക്കൻഡ് പോയിന്റ് വെച്ചാൽ നമ്പർ ഓഫ് ഓഡിറ്റേഴ്സ് ഓർ നമ്പർ ഓഫ് സ്റ്റാഫ് അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കലാണ്. തേർഡ് എന്ന് വെച്ചാൽ ടൈമിംഗ് ഓഫ് റിസോഴ്സസ്. പ്ലാൻ വെൻ ടു ഡിപ്ലോയ് റിസോഴ്സസ്. എപ്പോഴാണ് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടത്, ഇവരെ ഏൽപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത് ഫസ്റ്റ് ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള ആൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ രാവിലെ മോർണിംഗ് ജസ്റ്റ് ഒന്ന് പോവുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് തിരിച്ചു വരിക. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അയാൾ ആ സ്റ്റോക്ക് എടുക്കുന്നതിൻ്റെ കൗണ്ടിങ് പ്രൊസീജിയേഴ്സിലാണ് അയാൾ ഏറ്റവും വേണ്ടത്. കൗണ്ടിങ് കഴിഞ്ഞിട്ട് ആ സാധനം വെരിഫൈ ചെയ്യേണ്ട സമയത്താണ് ഒരു നോളജുള്ള ആൾക്കാർ ഏറ്റവും വേണ്ടത്. ഫസ്റ്റ് കൗണ്ട് എടുക്കുന്നതിൽ കൗണ്ട് എടുക്കുന്ന സമയത്ത് ജൂനിയേഴ്സ് ആയാലും മതി, അവർക്ക് എണ്ണാൻ ജൂനിയേഴ്സ് ആയാലും മതി. പക്ഷേ അത് വെരിഫൈ ചെയ്തിട്ട് അത് കൗണ്ട് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീനിയേഴ്സ് ആയിട്ടുള്ള നോളജുള്ള ആൾക്കാർ വേണ്ടത്. സോ അവരെ എപ്പോഴാണ് അലോക്കേറ്റ് ചെയ്തിട്ട്, അതുമാതിരി തന്നെ റിസോഴ്സസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയിലുള്ള ഒരു ബെനിഫിറ്റാണ്. വെദർ ഡ്യൂറിങ് ഇൻറ്ററിം ഓഡിറ്റ് ഓർ ഫേസസ് ഓർ ക്ലോസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് കട്ട് ഓഫ് ഡേറ്റ്സ്. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എംപ്ലോയീസ് ആയാലും അല്ലെങ്കിൽ ടെക്നിക്കൽ റിസോഴ്സ് ആയാലും നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ ഹൗ റിസോഴ്സസ് വിൽ ബി മാനേജ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ഇൻക്ലൂഡിങ് ഷെഡ്യൂളിംഗ്, ടീം ബ്രീഫിംഗ് ആൻഡ് ഡീബ്രീഫിംഗ്. അപ്പോൾ ബ്രീഫിങ്ങും ഡീബ്രീഫിംഗൊക്കെ ഷെഡ്യൂളിംഗ് പ്രോപ്പറായിട്ട് നമ്മൾ നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഓരോ വർക്ക് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓരോ ഷെഡ്യൂൾ കഴിഞ്ഞാലും നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ അവരുടെ ഒപ്പീനിയൻസും അവരുടെ ഒബ്സർവേഷൻസും നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരെ പ്രോപ്പർ ഇതിൽ നമ്മൾ ഗൈഡും അതേമാതിരി തന്നെ യൂസും ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ഇതിൽ മാനേജ് ചെയ്യുന്നുണ്ടോ. ദെൻ ആൻഡ് ഡിറ്റർമൈനിങ് ഫോർമാറ്റ് ഓഫ് എൻഗേജ്മെൻറ്റ് പാർട്ണർ ആൻഡ് മാനേജേഴ്സ് റിവ്യൂസ്. സോ ഇതൊക്കെയാണ് ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് റിസോഴ്സ് ആണ്, സെക്കൻഡ് വൺ വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസോഴ്സ് ആണ്, ദെൻ ടൈമിംഗ് ഓഫ് റിസോഴ്സ്, ദെൻ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഒരു ഓഡിറ്റർ ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസിഡറേഷൻസ് ആണ് വെക്കേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സും കൺസിഡറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഓഡിറ്റർ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓഡിറ്റർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. അതാണ് കൺസിഡറേഷനും ഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസ്, ഫാക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് വൺ വെച്ചാൽ എൻഗേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഫാക്ടേഴ്സ് സച്ച് ആസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. നമ്മൾ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. ഇൻഡസ്ട്രി സ്പെസിഫിക് റിക്വയർമെൻറ്റ് നോക്കണം. ദെൻ എക്സ്പെക്റ്റഡ് ഓഡിറ്റ് കവറേജ് ഇൻക്ലൂഡിങ് ലൊക്കേഷൻ ഓഫ് കമ്പോണൻറ്റ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ്. അപ്പോൾ എന്തെങ്കിലും ബ്രാഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി നമ്മൾ കൺസിഡറേഷൻ കൊടുക്കണം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത്. ഈ ഒരു ബിസിനസ്സിലെ ലൊക്കേഷനിൽ മാത്രമല്ല മറ്റു പല ലൊക്കേഷൻസിലാണുള്ളത്, നമുക്ക് സ്റ്റോക്ക് എടുക്കേണ്ടത് വേറെ ലൊക്കേഷനിലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ അങ്ങനെ വേണം നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഫാക്ടേഴ്സിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് വന്നു. ഒന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സും, രണ്ടാമത്തത് റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവും വന്നു. സോ ഫാക്ടറും ക്യാരക്ടറിസ്റ്റിക്സും ആസ് പെർ ഓഡിറ്റ് സ്ട്രാറ്റജി ഫസ്റ്റത്തെ രണ്ട് പോയിൻറ്റും സെയിം ആണ്. ടൈംലിനെസ് ഓഫ് റിപ്പോർട്ടിംഗ്, ഓർഗനൈസേഷൻ ഓഫ് മീറ്റിംഗ് വിത്ത് മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് വർക്ക് ആൻഡ് ഡിസ്കഷൻസ് അബൌട്ട് ദ ടൈപ്പ് ആൻഡ് ടൈമിംഗ് ഓഫ് റിപ്പോർട്ട്സ് ടു ബി ഇഷ്യൂഡ്. അപ്പോൾ എന്ത് റിപ്പോർട്ടാണോ ഇഷ്യൂ ചെയ്യേണ്ടത്, എപ്പോഴാണ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ബേസിൽ വേണം നമ്മൾ നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇൻഫർമേഷനിൽ
എന്താണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടുള്ള ഇൻഫർമേഷൻസാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഫാക്ടറിയിൽ പറഞ്ഞ അതേമാതിരി തന്നെ. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് മെറ്റീരിയാലിറ്റി, പ്രിലിമിനറി റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ഇൻസൈറ്റ് ഫ്രം പ്രീവിയസ് ഓഡിറ്റ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ. എന്തൊക്കെ? മെറ്റീരിയാലിറ്റി, പ്രിലിമിനറി റിസ്ക് അസസ്മെൻറ്റ്, ദെൻ പ്രീവിയസ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഇൻക്ലൂഡിങ് എനി ഡെഫിഷ്യൻസീസ് ഫൗണ്ട്. എന്തെങ്കിലും ഡെഫിഷ്യൻസി നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ആ ഡെഫിഷ്യൻസി ഇനി നമുക്ക് പാടില്ല. ഒന്നുകിൽ അത് കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി നമ്മുടെ സ്ട്രാറ്റജീനെ അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലോ നമ്മൾ വേണം സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ വർക്ക് ചെയ്യാത്ത ഇൻറ്റേർണൽ കൺട്രോൾസ് അതിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ സ്ട്രാറ്റജി അതിനനുസരിച്ചിട്ട് മാറ്റേണ്ടി വരും. ദെൻ റിസോഴ്സസ്, സെലക്ഷൻ ഓഫ് ഓഡിറ്റ് ടീം, ബഡ്ജറ്റ് കൺസിഡറേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ ടീം, നമുക്ക് ആവശ്യത്തിനുള്ള ടീമുണ്ടോ. ഒരു വലിയ സ്ഥാപനമാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾക്ക് എത്രമാത്രം ആൾക്കാരുണ്ട് ആ ഓഡിറ്റ് ചെയ്യാൻ, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ. ഒരു വർക്കിന് 5 ആൾക്കാരെ നമ്മൾ ഏർപ്പാടാക്കി, പക്ഷേ 5 സ്ഥലത്ത് പോകാണ്ട് ആകെ 10 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വർക്ക് പ്രോപ്പർ ആവില്ല. നമ്മളുടെ അടുത്തുള്ള വ്യക്തികളും അതേമാതിരി തന്നെ വർക്കിൻ്റെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ. ദെൻ ബഡ്ജറ്റ് കൺസിഡറേഷൻ, അതേമാതിരി തന്നെ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ ഓഡിറ്റ് പ്ലാൻ. ഈ കാര്യങ്ങളുടെയൊക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി, ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്യുമെൻറ്റിംഗ് ദ ഓഡിറ്റിംഗ് പ്ലാൻ. എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ ഒരു സ്ട്രാറ്റജീൻ്റെ ബേസിൽ ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത്? ദ ഓഡിറ്റേഴ്സ് റിക്വയർഡ് ടു ഡോക്യുമെൻറ്റ് ദ ഫോളോയിങ് കമ്പോണൻറ്റ്സ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഒരു ഓഡിറ്റർ ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മൾ എന്ത് സ്ട്രാറ്റജിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എ റെക്കോർഡ് ഓഫ് ദ കീ ഡിസിഷൻ ദാറ്റ് വെർ മെയ്ഡ് ടു എഫക്റ്റീവ്ലി പ്ലാൻ ദ ഓഡിറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ടു ദ എൻഗേജ്മെൻറ്റ് ടീം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കീ ഡിസിഷൻസും അതേമാതിരി തന്നെ നമ്മളുടെ എഫക്റ്റീവായിട്ടുള്ള ഓഡിറ്റ് പ്ലാനും അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജീൻ്റെ ബേസിലാണ് നമ്മൾ എന്തുണ്ടാക്കുക, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ പ്രീവിയസ് പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റ് പ്ലാൻ ആണ് ഓഡിറ്റ് സ്ട്രാറ്റജിനെക്കാട്ടും വലുത്. ഫസ്റ്റ് സ്ട്രാറ്റജി ഉണ്ടാവും, അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആക്കുന്നതാണ് പ്ലാൻ. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഡോക്യുമെൻ്റ് എന്താ വെച്ചാൽ ഓഡിറ്റ് പ്ലാൻ ആണ്. ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻഡ് നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ ആസ് വെൽ ആസ് അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ റെസ്പോൺസ് ടു ഐഡൻറ്റിഫൈഡ് റിസ്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയറും അതേമാതിരി തന്നെ നമ്മളുടെ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഒരു ഓഡിറ്റർ, ഇതാണ് ഓഡിറ്റർ കേട്ടോ, ഇതാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥാപനം. അപ്പോൾ ഓഡിറ്റർ ഫസ്റ്റ് ഇവിടെ പോകും. ഇവിടെ ഫസ്റ്റ് സ്ഥാപനത്തിൽ പോയിട്ട് ഓഡിറ്റർ ഫസ്റ്റ് ചെയ്യുക വെച്ചാൽ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറാണ് ചെയ്യുക. റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറാണ് ഫസ്റ്റ് ഓഡിറ്റർ ചെയ്യുക. ഇതിൽ നിന്നും ഓഡിറ്റർ എന്ത് മനസ്സിലാക്കും, റിസ്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇതിൻ്റെ ബേസിലാണ് ഓഡിറ്റർ പിന്നെ എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻഡ് നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്ലാൻ, അതിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റിങ് പ്ലാൻ നമ്മൾ ഫസ്റ്റ് ഇതാക്കണം, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റിസ്ക് ഉണ്ടെങ്കിൽ റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും അതിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യണം. ദിസ് ഡോക്യുമെൻറ്റേഷൻ സെർവ്സ് ടു എൻഷുർ പ്രോപ്പർ പ്ലാനിങ് and allows review and approval before implementation. ഇത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, നമ്മളുടെ വർക്ക്, നമ്മളുടെ ഓഡിറ്റ് പ്രോപ്പർ പ്ലാനിങ്ങിലാണോ പോയത് എന്നുള്ള കാര്യം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ് ചെയ്യുന്നതിലൂടെ അത് ഹെൽപ്പ് ചെയ്യും, അത് എൻഷുർ ചെയ്യും. അടുത്ത ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേഞ്ചസ് ഇൻ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ. നമ്മളുടെ സ്ട്രാറ്റജിയിലോ പ്ലാനിലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യം നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം.
Any significant changes made during the audit engagement to the overall strategy അല്ലെങ്കിൽ ഓഡിറ്റ് പ്ലാനിലോ ഓഡിറ്റ് സ്ട്രാറ്റജിയിലോ നമ്മൾ ഓഡിറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്യണം അലോങ് വിത്ത് ദ എക്സ്പ്ലനേഷൻ ഫോർ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ എന്താണ് ഡോക്യുമെൻറ്റേഷനിൽ കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിലൂടെയുള്ള ബെനിഫിറ്റ് എന്താണ്? ഫസ്റ്റ് എന്ന് വെച്ചാൽ റെക്കോർഡ്സ് ഓഫ് കീ ഡിസിഷൻസ്. നമ്മൾ ചെയ്യുന്ന കീ ഡിസിഷൻസ് എന്ന് വെച്ചാൽ ആ ഓഡിറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോ ഡിസിഷൻസ് ഉണ്ടാവും, ഓരോ ഫാക്ടേഴ്സും അതേമാതിരി തന്നെ കൺസിഡറേഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുക. സോ ആ കീ ഡിസിഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്ചറിങ് എസെൻഷ്യൽ ഡിസിഷൻ ഫോർ പ്രോപ്പർ ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എൻഗേജ്മെൻറ്റ് ടീം. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ്ങിനും അതേമാതിരി തന്നെ എൻഗേജ്മെൻറ്റ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു ഡിസിഷൻസ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് അത് ഹെൽപ്പ് ചെയ്യും. ദെൻ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ. ദ ഡോക്യുമെൻറ്റ്സ് പ്ലാൻഡ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഇൻ റെസ്പോൺസ് ടു അസസ്ഡ് റിസ്ക് എൻഷ്യൂർ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് റിവ്യൂ ബിഫോർ എക്സിക്യൂഷൻ. അപ്പോൾ എന്താണ് നമ്മൾ ഒരു റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറും അതേമാതിരി തന്നെ അഡീഷണൽ പ്രൊസീജിയേഴ്സും നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് എന്താണ്, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിനും അതേമാതിരി തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്റ്റാണോ എന്നുള്ള കാര്യം കൂടി ഉറപ്പ് വരുത്താൻ റിവ്യൂ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, ബെനിഫിറ്റ് ചെയ്യും. സോ ഇത് എന്ന് വെച്ചാൽ ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെ ബെനിഫിറ്റാണ്. അത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നതിൻ്റെ. ഇതെന്ന് വെച്ചാൽ ഓഡിറ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. ദെൻ റീസൺസ് ഫോർ ചേഞ്ചസ്. അടുത്ത ബെനിഫിറ്റ് വെച്ചാൽ എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു ദ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഓഡിറ്റ് പ്ലാൻ. ഇതാണ് മൂന്നാമത്തെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. ഡീറ്റെയിലിംഗ് ദ റാഷണൽ ബിഹൈൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ് ടു ചേഞ്ചസ് ഡ്യൂറിങ് ദ ഓഡിറ്റ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാരണം അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് തരുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ഓഡിറ്റിൻ്റെ സമയത്ത് ചേഞ്ചസിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനുമാണ് നമ്മൾ ഈ ഒരു ചേഞ്ചസ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്നത്. സോ അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഇത് ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ, അതേമാതിരി തന്നെ ഓഡിറ്റ് സ്ട്രാറ്റജിൻ്റെയും ഓഡിറ്റ് പ്ലാനും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റും. നെക്സ്റ്റ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഓഡിറ്റ് പ്ലാൻ. ഓഡിറ്റ് സ്ട്രാറ്റജിയും ഓഡിറ്റ് പ്ലാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഫസ്റ്റ് എന്ന് വെച്ചാൽ ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ബിഫോർ ഓഡിറ്റ് പ്ലാൻ. സോ ഓഡിറ്റ് പ്ലാനിന് മുമ്പാണ് ഓഡിറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അതേമാതിരി തന്നെ ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാനൊരു ഫ്രെയിം വർക്കും ഓഡിറ്റ് സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യും. ഓഡിറ്റ് പ്ലാൻ ഈസ് മോർ ഡീറ്റെയിൽഡ്. അത് നമ്മൾ പ്രീവിയസ് പാർട്ടിൽ നോക്കിയാണ്. ഓഡിറ്റ് പ്ലാൻ ഓഡിറ്റ് സ്ട്രാറ്റജിനെക്കാട്ടും ഡീറ്റെയിൽഡ് ആണ്. ആൻഡ് ഇൻക്ലൂഡ് സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ദ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കൂടി ഓഡിറ്റ് പ്ലാനിലുണ്ടാവും. ചേഞ്ചസ് ഇൻ ഓഡിറ്റ് സ്ട്രാറ്റജി വിൽ നെസസിറ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ ഓഡിറ്റ് പ്ലാൻ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ മാറ്റം ഉണ്ടെങ്കിൽ ഓഡിറ്റ് പ്ലാനിലും അതിന് തക്കതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം. അതേമാതിരി തന്നെ ഓഡിറ്റ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് ഓഡിറ്റ് സ്ട്രാറ്റജിയിലും റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ 3 നോക്കാനുള്ള കാര്യങ്ങൾ.